എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നപ്പം കുറേ പേർക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാം, ഫോക്കസ് ഏരിയ വന്നിട്ട് പഠിക്കാമെന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നവർ കുറേ പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഫോക്കസ് ഏരിയ വന്നപ്പോൾ എന്തായി, കുറച്ച് ടെൻഷനായി പോയിണ്ടാവും. നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഫോക്കസ് ഏരിയ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും തന്നെ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കട്ട. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, എക്സാമിൻ്റെ ഡേറ്റും വന്നു, ഇനി പഠിച്ചു തുടങ്ങണം അല്ലേ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. ഹൗ ടു സ്റ്റാർട്ട്, എങ്ങനെ നമുക്കിനിയുള്ള ഈ ദിവസങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മളുടെ പോർഷൻ എടുക്കാം. ഓക്കെ, നമ്മൾക്ക് ഉള്ള പോർഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലൊരു ഫോക്കസ് ഏരിയ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ ഫോക്കസ് ഏരിയയിൽ നിന്നാണ് നമുക്കൊരു 70% അല്ലേ, ഒരു 70% എന്ന് പറയുന്നത് നമ്മളുടെ ഫോക്കസ് ഏരിയ ആണ്. 1 minute. യെസ്, നമ്മളുടെ 70% വരുന്നത് എവിടുന്ന, ഫോക്കസ് ഏരിയ എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫോക്കസ് ഏരിയ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടാവും. അപ്പോൾ കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് 70% വരുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മളുടെ കോർ പോർഷൻ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആ ടോപ്പിക്സ് എടുക്കാം. ആ ടോപ്പിക്സ് എടുത്തിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ എത്ര ടോപ്പിക്സ്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ പോർഷൻ ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ആൻഡ് അതിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് വരുന്നു. ഇതിൽ ഈ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് നല്ലതായിട്ട് അറിയാം, ഒന്നും അറിയാത്തവരുണ്ടാവില്ലല്ലോ, ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് അറിയാം, ആ പോർഷൻസ് നമ്മൾ ടിക്ക് ഇടാം. അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് ഇനി കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കണം എന്നുള്ള ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒട്ടും അറിയാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾ ആദ്യം പഠിക്കാം. മറ്റേ നമ്മൾ പഠിക്കേണ്ട എന്നുള്ള ജസ്റ്റ് അതിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോവുക. ഒട്ടും അറിയാത്ത ഭാഗത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്റ്റർ ഫോക്കസ് ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ, ഫുൾ A+ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കോർ പോർഷൻ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിനറിലൂടെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഗൈഡോ ക്വസ്റ്റ്യൻ ബാങ്കോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിലെ ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗത്ത് നിന്ന് വന്നതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻസ് ആണ്, ഏത് ഭാഗമാണ് നമ്മൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ തന്നെ ഒരു ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും വരില്ല, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മനസ്സിലാക്കുക, ആ ഭാഗങ്ങളിൽ സ്ട്രെസ് ചെയ്യുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഫുൾ മാർക്ക് അല്ലെ ഫുൾ A+ ഉറപ്പാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കോർ പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക, എന്നിട്ട് ബാക്കിയെല്ലാം പഠിക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാം. പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ടാവില്ല. എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതാണ് നമ്മളുടെ പ്രയോറിറ്റി. ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ അച്ഛനും അമ്മയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളുടെ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ജോബ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതൊക്കെ നമ്മളുടെ പ്രയോറിറ്റീസാണ്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ നമ്മളോട് കുറേ ഫുഡ് ഐറ്റംസ് വന്നിട്ട് ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് പോയി ടോപ്പിക്ക് മാറുന്നില്ല. അപ്പോൾ നമ്മളുടെ സബ്ജക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഓക്കെ, അതിൽ തന്നെ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. അങ്ങനെ ടഫായിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ടഫായിട്ടുള്ള സബ്ജക്ട്സിൽ എന്ത് ചെയ്യുക, ടഫായിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതിന് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ നോട്ട് ഇൻ ദ ഓർഡർ ഓഫ് ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ ചെയ്യേണ്ടത് എന്തല്ല, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിലല്ല നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടാവും, ഒരു ബേസിക് തന്നിങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പം ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ ഓർഡറിൽ പോകേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടും ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസും മാർക്സും കൂടുതൽ. ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ ഗൈഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എക്സാമിനറിൻ്റെ കൂടെയാണെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്.
സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് പോലെയല്ല, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ആ ടെൻഷൻ കംപ്ലീറ്റ് മാറ്റാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസിലൂടെ പറ്റും. കാരണം നമ്മൾ പഠിക്കുമ്പോൾ വിചാരിക്കും അയ്യോ എനിക്ക് കിട്ടില്ല എന്നൊക്കെ തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇത്രയേ ഉള്ളൂ, ഇതിനായിരുന്നു ഞാൻ ടെൻഷൻ അടിച്ചത് എന്ന് തോന്നും. സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൈം അലോക്കേഷൻ. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സാധാരണ നമ്മൾ കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിനായിരിക്കും, നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിനായിരിക്കും അല്ലേ. അങ്ങനെ കൊടുത്തോണ്ട് ഒരു കാര്യമില്ല. കാരണം ഈസി ആയിട്ടുള്ളതും ഇഷ്ടമുള്ളതും നമുക്ക് പഠിച്ചെടുക്കാം. ദെൻ ടഫായിട്ടുള്ള സബ്ജക്ട്സിനാണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സിനാണ്. ടഫ് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ശരിക്കും ഒരു സബ്ജക്ട്സും ടഫല്ല, നമ്മളതിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സിന് കുറച്ച് കൂടുതൽ ടൈം കൊടുക്കാം. അങ്ങനെയാണ് ടൈം കൊടുക്കേണ്ടത്. അങ്ങനെ സബ്ജക്ട്സിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സബ്ജക്റ്റ് എടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം പഠിക്കുക. ഓക്കെ, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം കുറച്ച് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരുമിച്ച് ഞാൻ ഇന്നൊരു ദിവസം ഇത് ഫുള്ള് പഠിക്കുമെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, അതേപോലെ എത്താൻ പറ്റിയില്ലേ, നമ്മൾ സെറ്റാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കുറച്ച് പഠിക്കാം. ഓക്കെ, കുറച്ച് പഠിച്ച് കൂട്ടി വരാം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക, ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യും, നമ്മുടെ ബോഡീനെ ഒന്ന് ഹീറ്റാക്കും, എന്നിട്ടാണ് നമ്മൾ സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാം. അതേപോലെ കുറച്ച് പഠിക്കുക, നമ്മളുടെ ബ്രെയിനിനൊക്കെ ഒന്ന് ഉഷാറാക്കുക. അത് നമ്മൾ ബ്രെയിനിന് തോന്നുന്നു എനിക്ക് പഠിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ബാക്കി കൂടി അങ്ങോട്ട് പഠിക്കുക, അങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ സ്റ്റഡിങ്. നമ്മൾ പ്രോപ്പർ സ്റ്റഡിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും ബെഡിൽ കുറച്ച് കിടന്ന് പഠിക്കുന്നു, കുറച്ച് കമിഴ്ന്ന് കിടക്കുന്നു, കുറച്ച് മലന്ന് കിടക്കുന്നു, അങ്ങനെയല്ല. ഒരു ചെയർ എടുക്കുക, ടേബിളിൽ ഇരിക്കുക, ബോട്ടിലും വെള്ളമൊക്കെ കൊടുക്കുക, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഇതിൻ്റെ വീഡിയോസ് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കുക, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നന്നായിട്ട് ഇരിക്കുക, ബുക്സും കാര്യങ്ങളും വെള്ളവും ഒക്കെ എടുത്ത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പം ഒരു ഗോൾ കൂടി സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റിംഗ് എന്താ ചെയ്യുക, ഞാൻ ഇത്ര ടൈം ഒരു 2 hours ഉണ്ട്, ഈ 2 hours ഞാൻ പഠിക്കും എന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക. അങ്ങനെ പിന്നെ നമുക്ക് ആ ടൈം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് ബോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോറടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടൈം വെറുതെ ഇരുന്ന് 2 മണിക്കൂർ ഞാൻ ടൈം സെറ്റ് ചെയ്തല്ലേ പഠിച്ച് കളയാമെന്ന് വിചാരിക്കരുത്. ആ ടൈം നമുക്ക് വേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു ബ്രേക്കൊക്കെ എടുക്കുക, എന്നിട്ട് എന്താ ചെയ്യുക, ഒന്ന് നടന്നൊക്കെ വന്ന് വീണ്ടും വന്ന് ഒന്ന് ഉഷാറായിട്ട് പഠിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ചെയ്യാം, സ്റ്റഡി ന്യൂ ആൻഡ് റിവൈസ് ഓൾഡ്. നമുക്ക് പഴയ തന്നെ റിവൈസ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പുതിയത് പഠിച്ചു തുടങ്ങാം. പക്ഷേ പുതിയത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഴയത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, പഴയത് മറന്നു, പുതിയത് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടാവും. സോ എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മെമ്മറൈസിങ് ടെക്നിക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾ ടെൻഷനോട് ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ കാണാറുണ്ട്, മിസ്സേ ഫുൾ ടെൻഷനാണ്, ഫോക്കസ് ഏരിയ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ. എന്തിനാ ടെൻഷൻ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ടെൻഷനോടെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം വേസ്റ്റാണ്. ഓക്കെ, ദെൻ നമുക്ക് ഓർമ്മ നിൽക്കില്ല. നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും, നന്നായിട്ട് ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചോ. അങ്ങനെയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കുന്നുള്ള ആരെങ്കിലും ഉണ്ടോ? നോർമലി അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ഹോർമോൺസ് ആണ് ഉണ്ടാവുക. സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയൊന്നും നിൽക്കില്ല, നമ്മളുടെ ബോഡി വീക്ക് ആവുകയുള്ളൂ. സോ ടെൻഷനൊന്നും അടിക്കേണ്ട, ടെൻഷൻ ഫ്രീ ആയിട്ട് ഉള്ള സമയം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും, ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലിരിക്കുക. എനിക്ക് ഫുൾ മാർക്ക് ഇതേ കിട്ടാൻ പോവുക, ഞാൻ പഠിക്കാൻ പോകുന്നത് എൻ്റെ തലയിൽ കയറും, ഇപ്പം എല്ലാം എനിക്ക് ഓർമ്മയുണ്ടാവും, എല്ലാം എനിക്ക് മനസ്സിലാവും, ഈ പഠിക്കുന്ന സബ്ജക്റ്റ് എനിക്ക് നല്ല ഈസിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പഠിക്കുക. ഒരു കുഴപ്പം ഉണ്ടാവില്ല. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറം മാർക്ക് ഉണ്ടാവും. ഓക്കെ.